ഉച്ചക്ക് നല്ല അടിപൊളി നല്ല കഞ്ഞിയും ചമ്മന്തിയും അതേപോലെ ഉണക്കമുളകും കൊണ്ടാട്ടമുളകാണ് കേട്ടോ. കാന്താരിമുളക് ഉപ്പിലിട്ടതും അതേപോലെ എന്തായാലും പറയാ സ്രാവ് പൊരിച്ചതാണ് കേട്ടോ. ഉണക്കലാണേ. അപ്പോൾ ഇതാന്ന് ഉച്ചക്കത്തേക്ക് കഞ്ഞി അതിനിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല 2 ദിവസമായിട്ട് ആഴ്ചയൊക്കെ വയറിന് നല്ല സുഖമില്ല. അപ്പോൾ കാക്ക പറഞ്ഞാൽ നല്ല ചൂടുള്ള കഞ്ഞി മതി ഉച്ചക്ക് ചോറ് വെക്കണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ കുടിക്കുമ്പോൾ തന്നെ ഒന്നും അവ ചെറുതായി പൊള്ളിന് ആവശ്യമില്ലാണ്ട് വെറുതെ എക്സ്പ്രഷനും വാരി വിട്ടതാണ് കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ രണ്ടാളും കുടിച്ചതിന് ശേഷം നമുക്കൊന്ന് വേറൊരു വൈകി പോകാണ്ട് നമ്മൾ ആയിഷമോൾ ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതിനേക്ക് വേണ്ടി വേഗം രണ്ടാളും റെഡി ആയിട്ടായിട്ട് വൈകുന്നേരം അതിന് ഇറങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ട് മയക്കോളൊക്കെ ഉണ്ടായിരുന്നു. ആയിഷുവിനെ കൊണ്ടുവരാൻ വേണ്ടി തന്നെ ആശയൊക്കെ ആകെ ഉച്ച വരെ പണിക്ക് ഉണ്ടായിരുന്നു. ഹാഫ് ഡേ ലീവ് എടുത്തതായിരുന്നു. അങ്ങനെ അതാ പോകുന്ന വൈകി നമ്മൾ ഷവർമ്മ ഒന്ന് വാങ്ങാൻ വേണ്ടി കയറി കഞ്ഞി കുടിച്ച് ഇറങ്ങിയോണ്ട് തന്നെ കുറച്ച് വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ പോകുന്ന വൈകി നല്ലൊരു ഷവർമ്മ പീടി കണ്ടപ്പോൾ അവിടുന്ന് നല്ലൊരു ഷവർമ്മ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞൊരു സ്ഥലത്ത് കാറ് നിർത്തിയതിന് ശേഷം നമ്മൾ പിന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കഴിഞ്ഞ് പോകുന്ന വൈകി ശർക്കര മിഠായി കണ്ടപ്പോൾ അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശർക്കര മിഠായി ശർക്കര ജിലേബി എന്നൊക്കെ പറയും. എന്താ പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ എല്ലായിടത്തും. അപ്പോൾ അത് പോകുന്ന വൈകി ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആയിഷമോളെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീട്ടിലെത്തി ഇമ്മന്റെ സ്പെഷ്യൽ പത്തിരിയും ബീഫ് കടയൊക്കെ ഉണ്ടായിരുന്നു. ആയിഷുവിനെ കൂട്ടിയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക്